ദിവസമായി നാം വാഴ്ത്തപ്പെട്ട ഇതല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവനിശ്ചയതയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയ പുസ്തകം 1-ാം അധ്യായം 14-ാമത്തെ വാക്യം. യാക്കോബിന്റെ സഹോദരന്മാരായ യൂദ ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. അല്ലെങ്കിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല തിരുവഴുത്താണ്. നമ്മൾ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു എന്നുള്ളതാണ്. പ്രയോജനം. അപ്പോൾ ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ള പ്രാർത്ഥനയാണ്, ദൈവ സാന്നിധ്യമുള്ള പ്രാർത്ഥനയാണ്. ഐക്യതയിൽ നിറയപ്പെടുന്ന ഏത് പ്രാർത്ഥനയ്ക്കിലും ദൈവാത്മാവ് പ്രവർത്തിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന്റെ വചനമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷമായിട്ട് ശിഷ്യന്മാരിൽ സംഭവിച്ച ചില കാര്യങ്ങളെയാണ് നമ്മൾ തുടർന്ന് വായിക്കാൻ പോകുന്നത്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കുന്നവർ കാണുന്നുണ്ട്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവരായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും മടങ്ങി വരും എന്ന് ദൂതന്മാര് ശിഷ്യന്മാരെ പറഞ്ഞുറപ്പിക്കാൻ കാണാൻ കഴിയും. തുടർന്ന് വായിക്കുന്നത്, അവർ യെരൂശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴി ദൂരമുള്ള ഒലിവുമല വിട്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ എത്തിയപ്പോൾ അവർ പാർത്ത മാളികമുറിയിൽ കയറിപ്പോയി. ആ കയറിപ്പോയ കൂട്ടത്തിൽ പത്രോസ്, യോഹന്നാന്, യാക്കോബ്, അന്ത്രയോസ്, ഫിലിപ്പോസ്, തോമസ്, ബർത്തലോമായി, മത്തായി, അൽഫായിയുടെ മകനായി യാക്കോബ്, യെരൂവാനായ ശീമോൻ, യാക്കോബിന്റെ സഹോദരനായ യൂദ, ഇവരെല്ലാവരും സ്ത്രീകളോടുകൂടെ യേശുവിന്റെ അമ്മയായ മറിയോടുകൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു എന്നുള്ളതാണ്. അല്ലേ? അപ്പൊ യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തോടു കൂടി യേശുക്രിസ്തുവിന്റെ പ്രവൃത്തി നിന്നില്ല, തുടർന്ന് വീണ്ടും ആരംഭിക്കുക. പ്രൈസ്. പല ആളുകളുടെയും ചിന്തകളും സംസാരങ്ങളും അവരുടെ ജീവിതത്തിലെ കണക്കുള്ള യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തോടു കൂടി ഭൂമിയിലെ സുവിശേഷീകരണം മുഴുവൻ നിന്നു, പ്രാർത്ഥന മുഴുവൻ നിന്നു. കർത്താവിനെ അനുഗമിക്കുന്ന ആ കൂട്ടമെല്ലാം ചിന്നിച്ചെതറി പോകുമെന്ന് പലരും കണക്കുകൂട്ടി വിചാരപ്പെട്ടിരുന്നത് എല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് 120 പേരടങ്ങുന്ന ഒരു സംഘത്തെ ദൈവം ഒരുക്കിയെടുക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ സുവിശേഷത്തെ ഉടച്ചു കളയുവാൻ, തകർക്കുവാൻ, നശിപ്പിക്കുവാൻ ഈ ഉലകം മുഴുവൻ എഴുന്നേറ്റാൽ നിങ്ങളുടെ കായിക ബലം കൊണ്ട്, നിങ്ങളുടെ ആയുധ ബലം കൊണ്ടോ, നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാരകമായ ബോംബ് അങ്ങനെയുള്ള സംവിധാനങ്ങൾക്കും മിസൈലുകൾ കൊണ്ടോ ഒന്നും ക്രൈസ്തവ സമൂഹത്തെ തകർക്കാൻ കഴിയത്തില്ല. മാത്രമല്ല, നിങ്ങൾ എത്രമാത്രം കൊന്നൊടുക്കിയാൽ ഇത് പെരുകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ വലിയ കൂട്ടം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തകർക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ തകർന്നു പോകും. അപ്പം യേശുക്രിസ്തുവിന്റെ കാലഘട്ടം തൊട്ടേ തകർക്കാൻ പല ശക്തികളും എഴുന്നേറ്റെങ്കിലും ഇത് പെരുകിക്കൊണ്ടിരിക്കുക. 120 പേരടങ്ങുന്ന ഒരു സംഘത്തിൽ നിന്ന് ആരംഭിച്ച ആ ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥനയാണ് ലോകമെമ്പാടും ഇന്ന് ദൈവസഭയെ നിറയാൻ കാരണമായത്. ഹല്ലേലൂയ. ഇവിടെ ആഭിചാരം കൊണ്ടോ, മന്ത്രവാദം കൊണ്ടോ, കൂടോത്രം കൊണ്ടോ, ക്ഷുദ്രം കൊണ്ടോ, ഏലസ് കൊണ്ടോ, തകട് കൊണ്ടോ, പൂക്കുവരുത്ത് കൊണ്ടോ, വരുത്തുപൂക്ക് കൊണ്ടോ, ഇനി എന്തെല്ലാം നിങ്ങൾ ചെയ്താലും ഇതിനെ നിർത്താൻ കഴിയില്ല. കാരണം ഇതിന്റെ ഉടയൻ പരിശുദ്ധാത്മാവാ, ഇതിന്റെ ഉടയൻ കർത്താവായ യേശുക്രിസ്തുവാ. യേശുക്രിസ്തുവിന്റെ പരമാധികാരത്തിലുള്ളതാണ് സഭ. ഹല്ലേലൂയ. ദൈവസഭ എന്ന് പറഞ്ഞ അവന്റെ മക്കളാണ്, വിശുദ്ധന്മാരാണ്, വിശുദ്ധകളാണ്, അവർ മണവാട്ടികളാണ്. പോലെ അവരെ വേടി കഴിക്കുവാനുള്ള ഒരു നാളിലേക്ക് കർത്താവ് തന്റെ സഭയെ ഒരുക്കുന്നു. അതിനെ തകർക്കാൻ നിങ്ങൾ എന്തെല്ലാം ശ്രമിച്ചാലും നടക്കില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? അല്ലെ, നിങ്ങൾ ഇനിയെങ്കിലും കണ്ടുപിടിക്കണ്ടേ? അപ്പൊ 120 പേരടങ്ങുന്ന ഒരു സംഘം. ഹല്ലേലൂയ. അപ്പൊ ഒലിവുമലയിൽ നിന്നും യെരൂശലേമിലേക്കുള്ള ദൂരം, ഹല്ലേലൂയ, ഒരു ശബത്ത് ദിവസത്തെ വഴി, അതായത് 1 കിലോമീറ്റർ. ശബത്ത് നാളിൽ യാതൊരു വേലയും ചെയ്യുവാൻ യഹൂദന്മാർക്ക് അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. എങ്കിലും 1 കിലോമീറ്റർ ദൂരം എന്തെങ്കിലും അത്യാവശ്യത്തിനായി യാത്ര ചെയ്യുവാൻ അനിവാര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാകാം ഒരു ശബത്ത് ദിവസത്തെ വഴി എന്നോട് പറഞ്ഞ് ചരിത്രം രേഖപ്പെടുത്തുന്നു. അപ്പൊ യേശുവിന്റെ അമ്മയെ വേദപുസ്തകത്തിന്റെ ലാസ്റ്റ് ഭാഗത്ത് ഇവിടെയാണ് കാണുന്നത്. ഇവിടുന്ന് യേശുക്രിസ്തുവിന്റെ അമ്മയെക്കുറിച്ച്
പിന്നീട് നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ ഇവിടെ പറയുന്ന മാളികമുറി യേശുവും ശിഷ്യന്മാരോട് ഒന്നിച്ച് ഒടുവിലായി പെസഹ ഭക്ഷണം കഴിച്ച മർക്കോസിന്റെ മാളികമുറി തന്നെ ആയിരിക്കാമെന്ന് ലൂക്കോസിന്റെ സുവിശേഷം 22:12 വായിച്ചത് കാണാൻ കഴിയും. ഇത് മാർക്കോസിന്റെ മാളികമുറി തന്നെയാണ്. അപ്പൊ യേശുവിന്റെ അമ്മയായ മറിയെക്കുറിച്ച് പുതിയ നിയമത്തിൽ അവസാനമായി പരാമർശിക്കുന്നതും ഇവിടെയാണ്. പ്രൈസലോ. പിന്നീട് യേശുവിന്റെ അമ്മയെക്കുറിച്ച് വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ കാണാനില്ല. അല്ലേരിയ. അപ്പൊ നമുക്ക് ഇവരെല്ലാം ഒരുമയപ്പെട്ടിരുന്ന് പ്രാർത്ഥിച്ചു. അല്ലേരിയ. ഇന്നും ഞങ്ങളെല്ലാം കൂടി ഒത്തൊരുമിച്ച് ഒരുമനപ്പെട്ടിരുന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ഇടപെടും. അല്ലേരിയ. ഞങ്ങൾ ഒരുമനപ്പെട്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് അല്ലേരിയ സഭ പെരുകുന്നത്. നിങ്ങൾ നോക്കുമ്പോൾ ഒരുപാട് തെറ്റുകുറ്റങ്ങളും കുറവുകളും, അവരങ്ങനെയാണ്, ഇവരിങ്ങനെയാണ്, അവരതിലെ പോയി, ഇവരിതിലെ പോയി, അവരങ്ങനെ നടക്കുന്നു, ഇങ്ങനെ നടക്കുന്നു, ഞങ്ങളുടെ ആത്മീയ സഭകളെ കുറിച്ച്, ഞങ്ങളുടെ ഇന്നോവേഷനുകളെ കുറിച്ച് നിങ്ങൾ ഒരുപാട് വാരിക്കൂരി നിങ്ങൾ പറഞ്ഞ് ഫലിപ്പിച്ച് പ്രചരിപ്പിച്ച് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്ന് ഈ കാലഘട്ടത്തിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവനത്തെ തകർക്കാൻ വേണ്ടി, അവരെ ആക്ഷേപിക്കാൻ വേണ്ടി നിങ്ങൾ പലതും ചെയ്തുകൊണ്ടായിരിക്കുന്നത്. നിങ്ങൾ ലോകപ്രകാരം ഞങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്താൽ നിങ്ങൾ പരാജയപ്പെടും. നിങ്ങൾ ലോകപ്രകാരം കായിക ബലം കൊണ്ടും ആയുധം കൊണ്ട് ഞങ്ങളോട് യുദ്ധം ചെയ്താൽ, ഞങ്ങൾ ഒരുമനപ്പെട്ട് മുട്ടുമടക്കിയെന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെയൊക്കെ മേൽ ദൈവത്തിന്റെ കരം ശക്തമായി ഇടപെടും. ഞങ്ങളുടെ പ്രാർത്ഥനയെ തടയുവാൻ നിനക്കൊന്നും കഴിയത്തില്ല. അപ്പൊ 120 പേരടങ്ങുന്ന ഒരു സംഘം പ്രാർത്ഥിച്ചെന്ന് ആ പ്രാർത്ഥനയ്ക്കകത്ത് വലിയ ദൈവപ്രവർത്തി വെളിപ്പെട്ടു. ആത്മാവിന്റെ ശുശ്രൂഷ വെളിപ്പെടുത്തു. പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങി വന്നു. അതാണ് സ്തോത്രം. അപ്പോസ്തലർ 2-ാം അധ്യായം വായിക്കാൻ കാണുന്നത്. എന്റെ 1-ാം വാക്യം എന്താണ്? സ്തോത്രം. അല്ലെങ്കിൽ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ, പെന്തക്കോസ്ത് നാൾ എന്ന് പറയുന്നത്, പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഒരു സഭ, ഒരു മതമല്ല. പെന്തക്കോസ്ത് എന്ന് പറയുന്ന 50-ാം ദിവസം യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തിയത് സ്വർഗാരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് 50-ാം ദിവസം. ഈ 50 എന്ന് പറയുന്ന കണക്കിന് വേദപുസ്തകം ഒരുപാട് കണക്കുകളുണ്ട്. പഴയ നിയമത്തിൽ യോവേൽ സന്ദർശനമൊക്കെ നമ്മൾ പഠിച്ചു വരുമ്പോൾ കാണാൻ കഴിയും. അതിലേക്ക് നമുക്ക് പോകാൻ സമയമില്ല. അപ്പൊ പെന്തക്കോസ്ത് എന്ന് പറഞ്ഞ ഒരു മതമല്ല, യേശു സ്ഥാപിച്ചൊരു മതത്തിന്റെ ചട്ടക്കൂടുമല്ല. ഇത് 120 പേരടങ്ങുന്ന ഒരു സംഘം കൂടിയിരുന്നപ്പോൾ ഹല്ലേലൂയ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ ആകാശത്തുനിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഇതൊക്കെ ദൈവികമാണ്. ഇന്നും അതാണ്. ദൈവമക്കൾ ഞങ്ങൾ ഒന്നിച്ചു കൂടിയെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയെ ദൈവസഭയിൽ അയക്കുന്നു. ദാസന്മാർ ദൈവം തലമുറയെ ആത്മാവിൽ നിറയ്ക്കുന്നു. ആത്മാവിൽ ആരാധിക്കുന്ന അഭിഷേകമുള്ള അന്യഭാഷയുള്ള ദൈവത്തെ സ്തുതിക്കുന്ന ദൈവജനത്തെ തകർക്കുവാൻ എങ്ങനെ നിങ്ങൾക്ക് കഴിയും? ഇത് പെരുകയുള്ളൂ. നിങ്ങൾ ഞങ്ങളോട് യുദ്ധം ചെയ്യുമ്പോൾ ഞങ്ങൾ വളർച്ച പ്രാപിക്കുക. ഹല്ലേലൂയ. ഈ ലോകപ്രകാരമുള്ള രാഷ്ട്രീയ സംഘടനകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ലോകപ്രകാരം രാഷ്ട്രീയ സംഘടനകളായിരുന്നാലും മറ്റെന്തായിരുന്നാലും അതിനകത്തൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ചിന്ന ഭിന്നമായിട്ട് അത് ചിന്നിച്ചിതറയാൻ മാറുക. എന്നാൽ നിങ്ങൾ ഞങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ, ഞങ്ങൾക്കെതിരെ നിങ്ങൾ വാളെടുക്കുമ്പോൾ, ഞങ്ങൾക്കെതിരെ നിങ്ങൾ അസഭ്യവാക്കുകൾ പറയുമ്പോൾ ഞങ്ങൾ പെരുകുകയാണ് ചെയ്തത്. ഞങ്ങൾ ചിന്നിച്ചിതറുകയല്ല, ഞങ്ങൾ പെരുകുകയാണ്. സുവിശേഷം എവിടെല്ലാം ഉപദ്രവിക്കപ്പെടുന്നു, സുവിശേഷം എവിടെല്ലാം ശത്രുക്കളുണ്ടോ, സുവിശേഷത്തെ എവിടെല്ലാം വലിച്ച് നശിപ്പിക്കുന്നു, സുവിശേഷം എവിടെല്ലാം ഇല്ലായ്മയെ ശ്രമിക്കുന്നു, അവിടെ ദൈവസഭ വളരും. ഹല്ലേലൂയ. ചില അച്ചായന്മാരും ചില ചേട്ടന്മാരും ഒക്കെ ചില ചേച്ചിമാരും ഒക്കെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും കേരളത്തിലും ഒക്കെ സുവിശേഷം പ്രസംഗിക്കുന്ന ദൈവദാസന്മാർക്ക് നേരെ ചെയ്യുന്ന ആക്രോശത്തോടെ അസഭ്യം വിളിച്ച് പറയുന്ന കേട്ടാൽ ഹല്ലേലൂയ അവന്റെയൊക്കെ കുടുംബമഹിമ വെളിപ്പെടുകയാണ്. അടക്കേണ്ടിലേക്കാണ് ചില സഹോദരിമാര് എന്ത് ധൈര്യത്തിലാണ് വന്ന് ദൈവമക്കളെ ചീത്ത വിളിക്കുന്നത്. നിന്റെയൊക്കെ കുടുംബത്തിന്റെ അടിത്തറ തോണ്ടും ദൈവം കേട്ടോ. ഹല്ലേലൂയ. ദൈവം മാനസാന്തരപ്പെടാൻ വേണ്ടി ദൈവം നിന്നോടൊക്കെ ഇച്ഛിച്ച് ദീർഘക്ഷമ കാണിക്കുന്നതാണ്. അതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ ഉടയ്ക്കാൻ തകർക്കാൻ നിങ്ങൾ നോക്കുക. ഇന്ത്യയിൽ നിന്നും ക്രൈസ്തവ വിശ്വാസികളെ, ക്രിസ്ത്യാനികളെ തല്ലി ഓടിക്കുവാൻ നിങ്ങൾ ശ്രമിച്ചാൽ ദൈവം നിങ്ങൾക്കെതിരെ അല്ലെങ്കിൽ പതിയിരിപ്പുകാരെ വരുത്തും. പ്രേക്ഷകരോ, നിങ്ങൾ 2 ദിനവൃത്താന്ത പുസ്തകം അല്ലെങ്കിൽ 20-ാം അധ്യായം വായിക്കണം. ഹല്ലേലൂയ. അവിടെ യഹോശാഫാത്തിന് നേരെ കടന്നു പോകുന്ന വലിയൊരു കൂട്ടം ജനത്തെ കാണാൻ കഴിയും. അവസാനം യഹോശാഫാത്തും കൂടെയുള്ളൊരു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അവർക്ക് നേരെ വന്നവർ തമ്മിലടിക്കാൻ തുടങ്ങി.
ഈ കാലഘട്ടത്തിൽ അത് സംഭവിക്കും കേട്ടോ. ഹല്ലേലൂയ. ക്രൈസ്തവ സമൂഹത്തെ നിങ്ങൾ തകർക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ വാളും വടിയും അവർക്ക് ഉപദ്രവിച്ച് നിങ്ങളവരെ കൊന്നൊടുക്കുന്ന നാളുകൾ ഇനി അധികമില്ല. നിങ്ങൾ പരസ്പരം അടിക്കാൻ പോവുക, നിങ്ങൾ പരസ്പരം തല്ലാൻ പോവുക. വേദപുസ്തകം ഞാൻ പറഞ്ഞു, വേദപുസ്തകം തെളിവാകട്ടോ. അല്ലെങ്കിൽ ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ അപ്പോൾ 120 പേരടങ്ങുന്ന ഒരു സംഘം അല്ലെങ്കിൽ യെരുശലേമിൽ വന്ന് ഈ മാളികമുറിയിൽ എല്ലാവരും ഒരുമനപ്പെട്ടു ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ പ്രാർത്ഥനയുടെ ഫലം മഹാശക്തിയുള്ളതായി. ആ പ്രാർത്ഥനയുടെ ഫലം മഹാശക്തിയുള്ളതായി, മഹാപ്രതിഫലമുള്ളതായി. പിതാവ് മുന്നമേൽ വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ ദൈവം തന്റെ ജനത്തിന്മേൽ പകർന്നു. യോഹന്നാൻ സുവിശേഷം 24:49 പറയുന്നുണ്ട്, നിങ്ങൾ യെരൂശലേമിൽ ഇത് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിപ്പിന്ന് യേശു ശിഷ്യന്മാർക്ക് കൊടുക്കുന്നൊരു കൽപ്പനയുണ്ട്. അതാ ലൂക്കോസ് 24:40 കഴിഞ്ഞിട്ട് അപ്പോസ്തല പ്രവൃത്തി 1 അധ്യായം 4-5 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, നിങ്ങൾ യെരൂശലേം വിട്ടു പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. അങ്ങനെ ദൈവത്തിന്റെ വാഗ്ദത്തം ദൈവജനത്തിൽ നിൽക്കുമ്പോഴാണ് ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് അപ്പോസ്തലർ 1:8 വരുമ്പോഴാണ്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളാകും എന്ന ഈ വാഗ്ദത്തമാകട്ടോ. ലൂക്കോസ് 24:49, അപ്പോസ്തല പ്രവൃത്തി 1:4-5, അപ്പോസ്തല പ്രവൃത്തി 1:8. ഇതെല്ലാം ദൈവമക്കളുടെ ഉള്ളിൽ കിടക്കുമ്പോഴാണ് അവർ പാർത്ത മാളികമുറിയിൽ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥനയുടെ മഹാപ്രതിഫലമാണ് അവർ ആത്മാവ് നിറയപ്പെട്ടത്. അതാണ് ഇന്നും പകർന്നുകൊണ്ടിരിക്കുന്നത്. ലോകം മുഴുവൻ വ്യാപിക്കുന്ന, ലോകം മുഴുവൻ ക്രൈസ്തവ സഭ പെരുകുന്നതിന്റെ കാരണം എന്താ? കർത്താവ് പറഞ്ഞെന്താ? നിങ്ങൾ ഭൂമിയുടെ അറ്റത്തോളം എന്റെ സാക്ഷികളായി തീരുമെന്ന്. അപ്പം ഭൂമിയുടെ അറ്റത്തോളം ദൈവസഭ വളരും. ക്രൈസ്തവ സമൂഹത്തെ ഇല്ലായ്മയോ നിങ്ങൾക്ക് കഴിയില്ല. ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്ന ഒരു കൂട്ടം ജനം ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഈ രാജ്യം നിലനിൽക്കുന്നത്. ഇന്ത്യ രാജ്യം നിലനിൽക്കുന്നത് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളുടെ ഭരണ നേതൃത്വത്തിന്റെ ഭരണകർത്താക്കളുടെ കഴിവുകൊണ്ടല്ല. നിങ്ങളിനി എന്ത് വ്യാഖ്യാനിച്ചാലും നമ്മുടെ ഇന്ത്യ അല്ലെ അതുപോലുള്ള രാജ്യങ്ങൾ, ആ രാജ്യങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആയുധങ്ങൾ കൊണ്ടോ അണുബോംബ് കൊണ്ടോ അല്ല രാജ്യം നിൽക്കുന്നത്. അല്ലേറിയ നമ്മുടെ യാതൊരു സാങ്കേതിക വിദ്യ കൊണ്ടും അല്ല ഈ രാജ്യം നിൽക്കുന്നത്. നമ്മൾ കണ്ടുപിടിച്ച ഒരു കണ്ടുപിടുത്തങ്ങളും അല്ല ഇന്ത്യ അടക്കമുള്ള ഒരു രാജ്യങ്ങൾ നിലനിൽക്കുന്നത്. മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളും മനുഷ്യന്റെ അധികാരത്തിനും മനുഷ്യന്റെ ബുദ്ധി കൊണ്ടും ഒന്നല്ല നിൽക്കുന്നത്. പിന്നെ എങ്ങനെ നിൽക്കുന്നത്? ഞങ്ങൾ കുറെ പേര് ഒരുമനപ്പെട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങളുടെ രാജ്യത്തിന്റെ യഥാസ്ഥാനത്തിനായി, രാജ്യത്തിലെ ജനത്തിന്റെ മാനസാന്തരത്തിനായി, രാജ്യത്തിന് ഉളവിലായി. ഞങ്ങൾ ഒരു കൂട്ടം ജനം ലോകം മുഴുവൻ ഒരുമനപ്പെട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നതിന്റെ ഫലമാണ് ഭാരതം നിലനിൽക്കുന്നത്. ലോകരാജ്യങ്ങൾ നിലനിൽക്കുന്നത്. നിങ്ങൾ നന്നായി ജീവിക്കുന്നത്, നടക്കുന്നത്, വസ്ത്രം ഉടുക്കുന്നത്, നിങ്ങൾ ഭക്ഷിക്കുന്നത്, ജീവിക്കുന്നത്, സമാധാനത്തിൽ നീ കിടന്നുറങ്ങുന്നതിന്റെ കാരണം ഞങ്ങളുടെ പ്രാർത്ഥനയാണ്. ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുക. അല്ലാതെ നിങ്ങളുടെ കഴിവാണെന്ന് നിങ്ങൾ പറഞ്ഞ് ഹല്ലേലൂയ. നിങ്ങൾക്ക് തല്ലാനും കൊല്ലാനും വെട്ടാനും നുറുക്കാനും രക്തപ്പുഴ ഒഴുക്കാനും ചോരക്കളവാക്കാനും നിങ്ങൾക്ക് അറിയത്തുള്ളൂ. ഞങ്ങൾക്ക് സമാധാനം ഉണ്ടാക്കാൻ അറിയാം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശുവോട് പറഞ്ഞത്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്നത്. യേശുക്രിസ്തു ഗിരിപ്രഭാഷണത്തിൽ 5-ാം അധ്യായം വായിച്ചിരുന്നതാണ്. ഞങ്ങൾ സമാധാനം ഉണ്ടാക്കുന്നവരാണ്, നിങ്ങൾ സമാധാനം കെടുത്തുന്നവരാണ്. ലോക രാജ്യങ്ങൾ മുഴുവൻ സമാധാനം കെടുത്തി ഓരോ രാജ്യത്തിനകത്തും രക്തക്കളം സൃഷ്ടിക്കുക, ചോരക്കളം ഉണ്ടാക്കിയെടുക്കുക. ഈ ചോരക്കളം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അവർ തിരഞ്ഞെടുക്കുന്ന ക്രൈസ്തവരെയാണ്. എന്തുകൊണ്ട് തീരുവോ? തീരത്തില്ല ശ്രോതാവേ. നിങ്ങൾ ഏത് രാജ്യത്തിന്റെ പ്രമാണിയായിരുന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിനെ തകർക്കാൻ കഴിയില്ല. ഇത് വളരുന്ന പ്രസ്ഥാനമാണ്. ഹല്ലേലൂയ. അപ്പൊ അവർ ഒരുമനപ്പെട്ടിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു? ദൈവം തന്റെ ആത്മാവിനെ അവരുടെ മേൽ പകർന്നു. അങ്ങനെ പത്രോസ് എഴുന്നേറ്റ് നിന്ന് ഒറ്റ പ്രസംഗം കൊണ്ട് നടത്തി. ഒറ്റ പ്രസംഗത്തിന്റെ നടുവില് യെരൂശലേം ദേവാലയത്തിൽ ഉത്സവത്തിന് വന്ന, പെരുന്നാളിന് വന്ന 3000 പേര് പള്ളി വിട്ടോടി വന്നു. അന്ന് യെരൂശലേം ദേവാലയത്തിൽ യാഗങ്ങളുടെ വഴിപാടുകളുടെ മൃഗത്തെ അറുത്ത്, ആ കാളകളെ കോഴികളെയൊക്കെ വെട്ടി അറുത്ത് ഇന്നത്തെ പോലെ തന്നെ യാഗം നടക്കുന്നുണ്ട്. പക്ഷെ അതിൽ നിന്നൊരു 3000 പേര് വേർവിട്ട് ഓടി വന്ന് പത്രോസിന്റെ പ്രസംഗം കേട്ടോ മാനസാന്തരപ്പെട്ടെന്ന്. ഹല്ലേലൂയ. അവർ ദൈവസഭയോട് ചേർന്ന് മാനസാന്തര സ്നാനപ്പെട്ട് പിറ്റേന്ന് സഭയുടെ എണ്ണം 5000-ആയി. പുരുഷന്മാരുടെ എണ്ണം തന്നെ 5000-ആയി. അടുത്ത അധ്യായം 4-ാം അധ്യായം നോക്കുമ്പോൾ കാണാൻ കഴിയുന്നു. പിന്നെ ദിനം പ്രതി സഭ വളർന്നുകൊണ്ടിരിക്കുന്നു, ഇന്നും വളരുകയാണ്. അപ്പോൾ ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥനയ്ക്കിടയിൽ
ദൈവസഭയുടെ വിശാലത. ഇനി ഒരുമനപ്പെട്ട് നിങ്ങൾ ഇത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. നീ കടന്നു പോകുന്ന പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, പ്രശ്ന സങ്കീർണമായ സാഹചര്യങ്ങളുടെ നടുവില് നിന്റെ കുടുംബത്തിന്റെ സമാധാനം കെട്ടുപോകുന്ന, കുടുംബത്തിന്റെ സമാധാനം നശിച്ചു പോകുന്ന സാഹചര്യങ്ങളുടെ നടുവില്, നീ കടന്നു പോകുന്ന പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവില് നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും, ഹല്ലേലൂയ, നിന്റെ കുടുംബക്കാരോട് ഒന്നിച്ചിരുന്ന് ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ നിന്റെ കുടുംബത്തിനകത്തും പെന്തക്കോസ്ത് നാളിൽ വെളിപ്പെട്ടതുപോലെ ചില അത്ഭുതങ്ങൾ നടക്കും. നിങ്ങളുടെ കുടുംബത്തിലും ദൈവം പരിശുദ്ധാത്മാവിന്റെ ചില പകർച്ചയെ പകരാൻ ആഗ്രഹിക്കുക. നിന്റെ കഷ്ടതയെ മാറ്റിയിട്ട്, നിന്റെ സങ്കടങ്ങളെ മാറ്റിയിട്ട്, നിന്റെ കണ്ണുനീർ തുടച്ചിട്ട് പെന്തക്കോസ്ത് നാളിൽ ദൈവം വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കാൻ ആഗ്രഹിക്കുന്നു. ഇരുളുകൊണ്ട് മൂടിക്കിടക്കുന്ന നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇരുളിന്റെ ആ വ്യാപാരം നടക്കുമ്പോൾ പാടും ശൂന്യമായും ഭൂരഹിതമായ നിങ്ങളുടെ ജീവിതത്തിനകത്തേക്ക് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെട്ടാൽ, ഹല്ലേലൂയ, ആ ഭൂരഹിതമായ ഭൂമിയെ ദൈവം മനോഹരമായി സൃഷ്ടിച്ചതുപോലെ നിന്റെ കുടുംബത്തിനകത്ത് ദൈവം ചിലത് ചെയ്യും. ഈ 2026 എന്ന് പറയുന്നത് നിങ്ങളുടെ വർഷമാകട്ടോ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാരെ, ഈ 2026 എന്ന് പറയുന്നത്, ഹല്ലേലൂയ, നിങ്ങളുടെ വർഷമാണ്. 2025 നിങ്ങൾ പ്രാർത്ഥിച്ചതെല്ലാം 2026 നിറവേറാൻ പോവുകയാണ്. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചിട്ട് നിന്റെ കുടുംബത്തിലാണ് ദൈവം അത്ഭുതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിനൊറ്റ മാർഗം, ഒരുമനപ്പെട്ടിരുന്ന് പ്രാർത്ഥിക്കുക. ഒരുമനപ്പെട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വലിയ ശക്തിയുണ്ട്. രാജ്യങ്ങളെ കീഴടക്കാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ആദിമസഭയുടെ പ്രാർത്ഥന ഇത്ര വളരെ ശക്തമായത്. ആദിമസഭയിൽ പ്രാർത്ഥിച്ച ദൈവത്തിന്റെ ശിഷ്യന്മാരെ കുറിച്ച് പിന്നീട് എഴുതി വെച്ചു, അവർ ലോകത്തെ കീഴ്മേൽ മറിച്ചു വരുന്ന. പ്രേസരോ, പ്രാർത്ഥനയുടെ ശക്തി ലോകത്തിലുള്ള എല്ലാ ശക്തിയെക്കാട്ടും വലുതാണ്. പ്രാർത്ഥനയുടെ ശക്തിയോട് പോരാടുവാൻ ഇവിടുത്തെ ഒരു രാജ്യങ്ങൾക്ക് കഴിയത്തില്ല. പ്രാർത്ഥിക്കുന്ന ദൈവദാസന്റെ, പ്രാർത്ഥിക്കുന്ന ദൈവസഭയുടെ, പ്രാർത്ഥിക്കുന്ന കുടുംബം മുട്ടുകുത്തി നിന്നവർ പ്രാർത്ഥിക്കുമ്പോൾ, മുഴക്കാലം മടക്കി പ്രാർത്ഥിക്കുമ്പോൾ, അവർ ദൈവസനയിൽ വീണ് കിടന്ന് കണ്ണുകൾ തൂക്കി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ നടുവിലേക്ക് ദൈവം ഇറങ്ങി വരുമെന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് പ്രാർത്ഥനയെ തടയാൻ നിങ്ങൾ ശ്രമിക്കരുത് കേട്ടോ. ഹല്ലേലൂയ. എന്താണ്? ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. കുടുംബത്തിനകത്ത് ശാപമാണ്, കുടുംബത്തിനകത്ത് ബന്ധനമാണ്, ആവിചാര, മന്ത്രവാദ, ദുർമന്ത്രവാദ, ദുർസേവകൾ, ദുർഭൂതാരാധന ശക്തികൾ, ദേശത്തിന്റെ ശക്തികൾ, അന്യായ ബന്ധനങ്ങൾ, ഇതെല്ലാം നിന്റെ കുടുംബത്തെ തകർന്ന് മദ്യത്തിനും മയക്കുവിനും ലഹരിക്കും അടിമപ്പെട്ട് ജീവിതം സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, ഒരുവിധം മുള്ളും പറക്കാരെ കൊണ്ട് നിറയപ്പെട്ട ജീവിത അനുഭവമാണോ നിന്റെ കുടുംബം? ഹല്ലേലൂയ. അങ്ങനെയുള്ള നിന്റെ കുടുംബത്തിനകത്തെ ആ സ്ഥിതിക്ക് ഒരു മാറ്റം തരുവാൻ, ഹല്ലേലൂയ, ആ സ്ഥിതികളെ മാറ്റിയിട്ട് നിന്റെ കുടുംബത്തിനകത്ത് വെളിച്ചം വീശുവാൻ യേശുക്രിസ്തു ആഗ്രഹിക്കുന്ന ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തു നിന്റെ ഭവനത്തിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ കുടുംബത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. വ്യവസ്ഥ, നീ ഒരുമനപ്പെട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, ഇന്ന് കണ്ട മിസ്രയീമിനെ നിങ്ങൾ കാണുകയില്ലെന്ന് മോശ ഇസ്രായേലിനോട് പറഞ്ഞതുപോലെ ഇന്ന് കണ്ട കഷ്ടതയും പ്രയാസങ്ങളും നൊമ്പരങ്ങളും വേദനകളും ദുഃഖങ്ങളും കണ്ണുനീരും എല്ലാം നിന്റെ ഉള്ളിൽ നീക്കിക്കളഞ്ഞിട്ട് നിന്നെ ഒരു പുതിയ അനുഭവത്തിലേക്ക് ദൈവം കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുക. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാവേ, നിന്റെ സ്ഥിതി മാറും. എന്നെ കേൾക്കുന്ന യുവാവേ, യുവതിവാക്കന്മാർ നിന്റെ സ്ഥിതി മാറും. പലരും നിന്നെ നോക്കി പരിഹസിക്കും, പലരും നിന്നെ നോക്കി കളിയാക്കും, പുഞ്ചിരിക്കും. നിനക്ക് നേരെ ഒരുപാട് കമന്റുകൾ വന്നേക്കാം, ഒരുപാട് ആളുകൾ നിനക്ക് നേരെ വിരച്ചുണ്ടേക്കാം. അതിന്റെ മുമ്പിൽ നീ ലജ്ജിച്ചു പോകണ്ട. വചനം പറയുന്ന അവങ്കിലേക്ക് നോക്കുക പ്രകാശിതരായി അവരുടെ മുഖമോ ലജ്ജിച്ചു പോയില്ല. 44-5 വാക്യം വായിക്കണം കേട്ടോ. അല്ലെങ്കിൽ ആ ഭാഗത്തുണ്ട്, അവങ്കിലേക്ക് ആരെയാ നോക്കേണ്ടത്? യേശുവിനെ നോക്കണം. അതുകൊണ്ട് അവങ്കിലേക്ക്, യേശുവിലേക്ക് നോക്കിയവർ ലജ്ജിച്ചു പോയില്ല. അവരുടെ മുഖം ലജ്ജിക്കത്തില്ല. യേശുവിനെ നോക്കിയവർ ആരും ഈ ഭൂമി ലജ്ജിച്ചിട്ടില്ല. അവരുടെ മുഖം പ്രകാശിച്ചിട്ടുള്ളതേ ഉള്ളൂ. അല്ലേ? അതുകൊണ്ട് ഇന്ന് പകൽ ഞാൻ ഈ വചനം പറയുമ്പോൾ നിന്റെ വീട് ഇരുളടഞ്ഞ അനുഭവമല്ലേ? ഈ 2026 ഹല്ലേലൂയ, ജനുവരി മാസം ഇന്ന് ഏകദേശം 5-ാം തീയതിയാ. ഈ 5-ാം തീയതി ആയിട്ടും പുതിയ പ്രഭാതത്തിൽ, പുതിയ വർഷത്തിൽ ഇന്നും നിന്റെ കുടുംബത്തിനകത്ത് കഷ്ടതയല്ലേ? അത് പറയാൻ കാരണം കഴിഞ്ഞ ഒരു ദിവസം എന്നോട് സഹോദരി പറഞ്ഞേ, ഞാനൊരു കഴിഞ്ഞ ദിവസം സഹായമൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്തിന്റെ അരികെ പോയതാ. അപ്പൊ അവിടെ ചെന്നപ്പോൾ അവർ ആ സഹോദരിയോട് സംസാരിച്ചു, എന്റെ പാസ ഇപ്പോഴും കുടുംബത്തിനകത്ത് സമാധാനമില്ല.
എല്ലാവരും 2026 മാറും 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 എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഞാൻ ആദ്യം കേൾക്കുന്ന സമാധാനമില്ല. പാസ്റ്റർ പ്രാർത്ഥിക്കണം. ഞാൻ രണ്ടുപേരോട് സുവിശേഷം പറയാറുണ്ട്. രണ്ടുപേരും സുവിശേഷം പറഞ്ഞപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ക്രമീകരണക്കുറവാണ്, നിങ്ങളുടെ ജീവിതത്തിന്റെ അടിസ്ഥാനമില്ലായ്മയാണ് നിങ്ങളുടെ കുടുംബം തകരുന്നത്. അതുകൊണ്ട് അടിസ്ഥാനം പുതുക്കിയില്ലെങ്കിൽ നിങ്ങൾ മറിയുവാൻ സാധ്യതയുണ്ട്. കുറച്ചു നേരം സുവിശേഷമൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ അവരെ ഒന്ന് ബലപ്പെടുത്തി, അല്ലെങ്കിൽ അവരിനി ഉണ്ടാകാതില്ല നിങ്ങൾക്ക് നല്ലതാണ്. ഒരുപക്ഷെ നിങ്ങൾ ഇവരെ കേൾക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ കേൾക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന സുവിശേഷം അത് ജീവന്റെ മാർഗമാ, രക്ഷയുടെ മാർഗമാ, അത് നിത്യതയുടെ മാർഗമാ, അല്ലെങ്കിൽ അത് അനുഗ്രഹത്തിന്റെ മാർഗമാണ്. ഇതാരും തല്ലാനോ വെല്ലാനോ കൊല്ലാനോ രക്തം ചൊരിയിക്കുന്നതല്ല. ഞങ്ങളുടെ പ്രാർത്ഥനയെ നീ തടയാൻ ശ്രമിക്കരുത്. യേശുവിന്റെ അമ്മയായ മറിയടക്കം 120 പേർ കൂടിയിരുന്ന പ്രാർത്ഥനയെ തടയാൻ ശ്രമിച്ചാൽ ആ പ്രാർത്ഥന തടയാൻ ആർക്കും കഴിയാതിരുന്നതുപോലെ ഞങ്ങൾ കൂടിയിരുന്ന പ്രാർത്ഥിക്കുന്ന, ഞങ്ങൾ ഒരുമനപ്പെട്ടിരുന്ന പ്രാർത്ഥനയെ നീ തടയാൻ ശ്രമിച്ചാൽ ദൈവം നിന്നെ തടയും. പ്രൈസറോ, നിങ്ങൾ പരീക്ഷിച്ച് നോക്ക്. നിങ്ങളെ ഞങ്ങൾക്കിന്നത് വിളിച്ചു പറയുന്നത് യാതൊരു പറ്റില്ല. കാരണം ഞങ്ങൾ പ്രാർത്ഥിക്കുക, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് തമ്പുരാന്റെ പ്രവൃത്തി ഉണ്ടെന്ന്. അപ്പൊ ഇവിടെ ഒരുവൻ 1000 പേരെ പിന്തുടരുന്നു, 10,000 പേരെ ഓടിക്കുന്നത് എങ്ങനെയെന്ന് ആവർത്തന പുസ്തകം അല്ലെങ്കിൽ 32-ാം അധ്യായം 20-ാം വാക്യത്തിനകത്ത് 30-ാം വാക്യത്തിൽ വായിക്കണം. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 30-ാം വാക്യത്തിൽ വായിക്കണം. ഒരുവൻ 1000 പേരെ പിന്തുടരുന്നു, 10,000 പേരെ ഓടിക്കുന്നത് എങ്ങനെ? കുടുംബത്തിൽ 2 പേർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഉയരത്തിൽ നിന്നുള്ള ബലം പകരും. അങ്ങനെ വരുമ്പോൾ ഈ പുസ്തകത്തിൽ പറഞ്ഞ പ്രവചനത്തിന് നിറവും. മറ്റേ ഭാര്യ ഭർത്താവുമായിട്ട് ഒരുമനപ്പെടണം, ഭാര്യയും ഭർത്താവും മക്കളോട് ഒരുമനപ്പെട്ടിന്ന് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഒരുമനപ്പെട്ടിന്ന് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, നിങ്ങൾ ദൈവസന്നിധി നിങ്ങൾ രാവിലെ ആയാലും വൈകിട്ടായാലും പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, നിങ്ങൾ ഭാര്യയും മക്കളും ഭർത്താവും അപ്പനും അമ്മയും കൊണ്ട് വരുമ്പോൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ആ മൊബൈൽ ഒന്ന് മാറ്റിക്കളയണം. പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുമ്പിൽ നീ മൊബൈൽ ഓണാക്കി വെക്കണം. നീ സൈലന്റ് ഇട്ടേക്കണം, അല്ലെങ്കിൽ വൈബ്രേറ്റ് ഇടണം. നിന്റെ പ്രാർത്ഥന സമയത്ത് അത് ചലിക്കരുത്. പ്രാർത്ഥന സമയത്ത് ഇതിന്റെ ഏകാഗ്രത നഷ്ടപ്പെട്ട്, പ്രാർത്ഥിക്കുന്നവരുടെ ഏകാഗ്രത നഷ്ടപ്പെട്ട് ഒരുമനപ്പെട്ട് കുടുംബത്തിനകത്ത് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കകത്ത് പിശാചു വലിഞ്ഞു കയറി വരരുതെന്ന്. പല കുടുംബത്തിനകത്തും പ്രാർത്ഥിക്കുമ്പോൾ ഈ മൊബൈൽ ഓണാക്കി വെച്ച് അതിന്റെ ശബ്ദം വിടും, പിശാച് കയറി പ്രാർത്ഥനയെ അലസപ്പെടുത്തും. അതുകൊണ്ട് നീ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാറ്റിവെക്കണം, നീ സൈലന്റ് ആയിട്ടിടണം, അത് ശ്രദ്ധിക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരുമനപ്പെട്ട് നീ പ്രാർത്ഥിച്ചാൽ, ഒരുമനപ്പെട്ട് നീ ദൈവത്തിന് മുഴക്കാലം മടക്കുന്നെങ്കിൽ അല്ലെങ്കിൽ നിന്റെ കഷ്ടത മാറും. സഹോദര സഹോദരി, ഈ വാചനം ഒന്നും മാറ്റമുള്ളതല്ല. അപ്പോൾ അങ്ങനെ ഒരുമനപ്പെട്ട് കഴിയുമ്പോൾ ഒരുവൻ 1000 പേരെ പിന്തുടരുന്നു, 10,000 പേരെ ഓടിക്കുന്നത് എങ്ങനെ? കുടുംബത്തിൽ 2 പേർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഉയരത്തിനുള്ള ബലം നിങ്ങളുടെ മേൽ പകരും. കർത്താവ് അവിടെ ഇറങ്ങി വരും. കർത്താവ് നിങ്ങളുടെ ഭവനത്തിലേക്ക് ഇറങ്ങി വരും. അങ്ങനെ നിങ്ങൾക്കൊരു അനുഭവമുണ്ടോ? നിങ്ങൾ ഒരുമനപ്പെട്ട് വൈകിട്ട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, നിങ്ങൾ ഒരുമനപ്പെട്ട് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാനിരിക്കും, കർത്താവ് ഇറങ്ങി വന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ മുമ്പിൽ ആ പാള പോലുള്ള മൊബൈൽ ഇരിക്കുക, പാള പോലുള്ള ആ സകല ചെട്ടികതയും പ്രാകൃതിയും സകല അശ്ലീലവും സകല നികൃഷ്ടമായ നീചവും ഹീനവുമായ എല്ലാ കൺമുമ്പിൽ വരുന്ന ആ മൊബൈൽ നിങ്ങൾ ഓണാക്കി വെച്ചിട്ട് അത് ഇടയ്ക്ക് ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ യേശു ഇറങ്ങത്തില്ല. നിന്റെ കുടുംബത്തിൽ നീ നിന്നെ തന്നെ ശുദ്ധീകരിക്കണം. യേശുവിന്റെ അമ്മയായ മറിയടക്കം 120 പേരിന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഒരു മൊബൈലും ഇല്ലായിരുന്നു. അവരുടെ മുമ്പിൽ ഒരു മൊബൈലും ഇല്ല. അവരുടെ പ്രാർത്ഥനയിൽ കർത്താവ് ഇറങ്ങി വന്ന് അവരെല്ലാം ആത്മാവ് നിറച്ചു. നിന്റെ ജീവിതത്തിൽ നിറയാത്തന്നെ കാരണം നിന്റെ ജീവിതത്തിന്റെ ക്രമക്കേടാണ്. നീ ഇന്ന് വരെ ശരിയായിട്ടില്ല. നീ വിശ്വാസി എന്ന വേഷഭൂഷാദി അണിഞ്ഞു നിൽക്കുന്നതുള്ളൂ. കണ്ടാൽ ഒരു കുഴപ്പമില്ല. വെള്ള ധരിച്ച്, വെള്ള ജുമ, വെള്ള പാൻറ്, വെള്ള മുണ്ട്, വെള്ള ഉടുപ്പ്, നല്ല വെള്ള സാരി, നിങ്ങൾ ഏതറ്റാലും കുഴപ്പമില്ല കേട്ടോ. ഹല്ലേലൂയ. അതൊക്കെ ഇട്ട് ഇങ്ങോട്ട് വരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഭക്തയാണ്. പക്ഷേ മൊബൈൽ മുമ്പിൽ മാറ്റത്തില്ല. അതിങ്ങനെ മെസ്സേജ് കണ്ടു എന്ന് പറഞ്ഞ് ഇവരെ പറയുന്നത് സാത്താൻ താനും വെളിച്ച ദൂതന്റെ വേഷം ധരിച്ചു നിൽക്കുന്നു. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പല മീറ്റിംഗ് ഇത് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. സഭയ്ക്കകത്ത്, വിശ്വാസികളുടെ കുടുംബത്തിനകത്ത് സാത്താൻ താനും വെളിച്ച ദൂതന്റെ, അവനെ ഈ മൊബൈൽ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അവനാണ് ഈ സഭായോഗത്തില്, ഈ സഭായോഗം നടക്കുമ്പോൾ, കൺവെൻഷൻ നടക്കുമ്പോൾ, അതുപോലെ കുടുംബ പ്രാർത്ഥന നടക്കുമ്പോൾ, വീട്ടു പ്രാർത്ഥനയ്ക്ക് അകത്ത് നമ്മൾ നടത്തുമ്പോൾ ഈ മൊബൈലും പിടിച്ചതുകൊണ്ട് മീറ്റിങ്ങിനെ അസ്വസ്ഥമാക്കുന്നവനാരാണ്? വെളിച്ച ദൂതനാ.
ഈ ചില മീറ്റിങ്ങുകൾ സഭായോഗമൊക്കെ നടക്കും, വിശ്വാസികൾ എന്ത് ചെയ്യും, മൊബൈലൊന്നും അമ്മ വൈബ്രേറ്റ് സ്വിച്ച് ഓഫ് ആക്കാതെ വന്നിരുന്നിട്ട് പ്രാർത്ഥന ശക്തമായി ശുശ്രൂഷ നടക്കുമ്പോൾ, ആരാധന നടക്കുമ്പോൾ, ശക്തമായി ദൈവ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ, ശക്തമായി പ്രസംഗം നടക്കുമ്പോൾ ഈ മൊബൈൽ ബെല്ലടിക്കും. അപ്പോഴത്തേക്ക് എല്ലാവരുടെ ശ്രദ്ധവും അവൻ വിളിച്ചു തൂന്നെ, അവൻ വിശ്വാസിയല്ല, സാത്താൻ അവൻ പ്രവർത്തിച്ച് അവനിൽ ഇരിക്കുന്ന സാത്താൻ താൻ വിളിച്ചു തന്നെ വേഷം ധരിച്ച് അവൻ കസേരയ്ക്കകത്ത് സുഖമായിട്ട് ഇത് കേൾക്കുന്നുണ്ട്. പക്ഷെ അവന്റെ മൊബൈൽ ഓണാ, അവൻ പിശാചാണ്. അല്ലേ? നീ ഇത് കേട്ടിട്ടെങ്കിലും മാനസാന്തരപ്പെടണം. നീ കേട്ടിട്ടെങ്കിലും നിന്റെ മൊബൈൽ നീ ഓഫാക്കി വെക്ക്. ഇന്നത്തെ കൺവെൻഷനൊക്കെ കണ്ടിട്ടില്ലേ? കൺവെൻഷനൊക്കെ പ്രസംഗിക്കാൻ പോകുമ്പോൾ മൊബൈലൊക്കെ ചിലർ ഉപയോഗിക്കുന്നത് കണ്ടിട്ടില്ലേ? എന്നിട്ട് ഉള്ള ചപ്പും ചവറും എല്ലാം കൂടെ വാരിയും കിടക്കും. പല കൺവെൻഷൻ പ്രസംഗവും എങ്ങനെയാ? ചപ്പും ചവറും എല്ലാം കൂടെ വാരിയിടുക. മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റ് കൊട്ട പിറക്കുന്ന പോലെ പല കൺവെൻഷനും പലരുടെ പ്രസംഗങ്ങൾ, എല്ലാവരുടെ അല്ല കേട്ടോ. ഇതൊക്കെ ഒന്ന് ക്രമീകരിക്കണമെങ്കിൽ നിന്റെ മീറ്റിങ്ങിന് മുമ്പ്, നിന്റെ ശുശ്രൂഷയ്ക്ക് മുമ്പ് നീ ഒരുമനപ്പെട്ട് നിന്റെ കുടുംബത്തിന് പ്രാർത്ഥിക്കണം. അല്ലേലിയ. ഒരുമനപ്പെട്ട് കുടുംബത്തിനകത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ട് നീ ദൈവ സാന്നിധ്യം ഏറ്റെടുത്ത് നീ ശുശ്രൂഷയ്ക്ക് എഴുന്നേറ്റാൽ നിന്റെ ശുശ്രൂഷയിൽ ദൈവം പ്രവർത്തിക്കും. സഭ ശുദ്ധീകരിക്കപ്പെടട്ടെ. ആദിമ നാളിലെ പോലെ സഭ മടങ്ങി വരട്ടെ. അല്ലേലിയ. അല്ലാതെ ഇന്നത്തെ കച്ചറയെല്ലാം കൂടെ സഭയ്ക്കകത്ത് വന്നു കയറി സഭയ്ക്കകത്ത് 1000 ഉണ്ട് 10,000 ഉണ്ടെന്ന് പറയുന്നതിനൊക്കെ നല്ലത് വിശുദ്ധിയുള്ളത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കാതെ വിശുദ്ധിയിലുള്ളവനെ സഭയിൽ ഇരുത്താനേ. അല്ലാതെ ഈ കച്ചറ, ഈ ചപ്പും ചവറും കൊണ്ട് വരുന്നതിനെ ഒന്നും കയറ്റി ഇരുത്തരുതെന്നാണ് ഞാൻ പറയുന്നത്. അല്ലേ? അതിനൊക്കെ വേറെ പള്ളികളുണ്ട്. അല്ലേലിയ. ദൈവസഭ ശുദ്ധീകരിക്കപ്പെടണം, ദൈവമക്കൾ ശുദ്ധീകരിക്കപ്പെടണം. ദൈവത്തിന്റെ ആലയം നാം കൂടി വരുന്ന 4 ചുമരുകെട്ടിനകത്തുള്ള ചുമരുകെട്ടല്ല, ദൈവത്തിന്റെ ആലയം നമ്മൾ ഒരെഴുത്തിടുക, ദൈവത്തിന്റെ മന്ദിരം നമ്മൾ എഴുതുക. അപ്പൊ നമ്മൾ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചപ്പും ചവറും ഒക്കെ മാറ്റിവെച്ചിട്ട് 120 പേർ ഒരുമനപ്പെട്ടതുപോലെ നമ്മൾ ഒരുമനപ്പെട്ട് ഇന്ന് പ്രാർത്ഥിക്കണം. അല്ലേലിയ. സോദരം, എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിങ്ങൾ കണ്ണുനീര് തുടയ്ക്കാൻ കർത്താവിനെ പറ്റത്തുള്ളൂ. ഉലകത്തിലൊരു മനുഷ്യനെ കണ്ണുനീര് തുടയ്ക്കാൻ പറ്റത്തില്ല. പ്രൈസോ. നമ്മെ നടത്തുന്നത് ദൈവമാ. അല്ലേലിയ. ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ സഭയിൽ ഞാനിങ്ങനെ പ്രസംഗിച്ചു പറഞ്ഞു, നമ്മൾ ദൈവത്തെ ചുമക്കണ്ട, ദൈവം നമ്മളെ ചുമന്നുകൊള്ളും. അല്ലേലിയ. എന്നാൽ ഇന്ന് ലോകം ദൈവത്തെ ചുമന്നുകൊണ്ട് നടക്കുക. ലോകം ദൈവത്തെ ചുമക്കുന്നു. ആ കർത്താവ്, നിങ്ങൾ എന്നെ ചുമക്കണ്ട, ഞാൻ നിങ്ങളെ ചുമന്നുകൊള്ളാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അല്ലെങ്കിൽ 46 തോന്നുന്നു വായിച്ചാലാണ്, ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും, അല്ലേലിയ, സ്തോത്രം, നമ്മെ ചുമക്കുന്നവരും, നമ്മുടെ അമ്മയുടെ ഗർഭം മുതൽ നമ്മെ വഹിക്കുന്നവരും ചുമക്കുന്നവരും, വാർദ്ധക്യവും നരയുമുള്ള കാലത്ത് ഞാൻ നിങ്ങളെ ചുമന്ന് വിടുവിക്കുകയും ചെയ്യും അവർ എഴുതി വെച്ചിരിക്കുന്നത്. അല്ലേലിയ. അപ്പൊ അങ്ങനെ നമ്മൾ ദൈവത്തെ ചുമക്കണ്ടെന്നേ, ദൈവം നമ്മളെ ചുമന്നുകൊണ്ടുവന്ന് പ്രവാചകൻ പറയിട്ട് ഇന്ന് നമ്മൾ ദൈവത്തെ ചുമന്നുകൊണ്ട് നടക്കുക. നീ ദൈവത്തെ ചുമക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. നിന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് നീ ദൈവത്തിന് നിന്നു കൊടുത്താൽ മതി. ദൈവം നിന്നെ ഉള്ളംകരങ്ങളിൽ വഹിച്ചുകൊള്ളും. ദൈവം നിന്നെ ചുമന്നുകൊള്ളും. വാർദ്ധയ്ക്ക് നരയുള്ള കാലത്ത് നിന്നെ ചുമക്കുവാനും നിന്നെ കഷ്ടങ്ങൾ വിടിവിക്കുവാനും നമ്മുടെ ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ആത്മരക്ഷ പ്രാപിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരുന്ന ശക്തമായ ആലോചനകൾ നിങ്ങളതിനെ വ്യർത്ഥമാക്കി കളയരുത്. ഹല്ലേലൂയ. പല ആരാധനയ്ക്കകത്തും പല പ്രാർത്ഥനകൾക്കകത്തും ദൈവസാന്നിധ്യം വെളിപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെ ചുമക്കണ്ട, ദൈവം നമ്മളെ ചുമന്നോളൂ എന്നുള്ളത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായം 4-ാം വാക്യം അപ്പൊ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായി യാക്കോബ് ഗ്രഹവും ഇസ്രായേൽ ഗ്രഹത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളുടെ വാർദ്ധക്യകാലത്ത് ഞാൻ അനന്യൻ തന്നെ. നിങ്ങൾ നരച്ചാലും ഞാൻ നിങ്ങളെ ചുമക്കും. ഞാനത് ചെയ്തിരിക്കുന്നു. ഞാൻ വഹിക്കുകയും ഞാൻ ചുമന്ന് വിടുവിക്കുകയും ചെയ്യുമെന്നാണ്. ഇതൊക്കെ എഴുതി വെച്ചിട്ടും ഈ വചനം നമ്മൾ വ്യക്തവും ശക്തവും നല്ല ദൃഢമായ രീതിയിൽ ഉച്ചാരണ ഭാഷയിൽ നമുക്ക് ഈ വചനം വായിച്ച് മനസ്സിലാക്കി എടുത്ത് നമുക്കത് ഗ്രഹിക്കത്തക്ക നിലയിൽ ഈ വചനം എഴുതി തന്നിട്ടും ഇന്നും നമ്മൾ ദൈവത്തെ ചുമക്കുകയാണല്ലോ. അല്ലെങ്കിൽ കർത്താവ് നിങ്ങൾ എന്നെ ചുമന്നത് നിങ്ങളെ പിന്നെ ഞാനെങ്ങനെ ചുമക്കുന്ന. അതിനൊരു ഉദാഹരണം ഞാൻ പറയട്ടെ. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടെന്ന് കൂട്ടിക്കോ. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ട്. കുഞ്ഞുങ്ങൾ എല്ലാവരും കുടുംബസ്ഥരൊക്കെ ഉള്ളവര്, അല്ലെങ്കിൽ അല്ലാത്തൊരു കുഞ്ഞുങ്ങളെ എടുത്തുള്ളവര്. നിങ്ങളുടെ കുഞ്ഞിനെ, നിങ്ങളുടെ സ്വന്തം കുഞ്ഞിനെ നിങ്ങൾ എടുത്തുകൊണ്ട് നടന്നാൽ ആ കുഞ്ഞിനെ നിങ്ങളെ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റുമോ? ഇല്ല. എടുത്തുകൊണ്ട് നിങ്ങൾ ആ കുഞ്ഞിനെ ചുമക്കുന്നേ. കുഞ്ഞിനെ നിങ്ങളെ ചുമക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ എന്ത് പറഞ്ഞ പോലെ എന്നെ കേൾക്കുന്നപ്പോൾ നമ്മുടെ പിതാവ് നമ്മളെ ചുമന്നോളും.
നമ്മുടെ പിതാവ് നമ്മൾ ചുമന്ന് വിടുവിക്കും. നമ്മൾ പിതാവിനെ ചുമക്കാൻ നിൽക്കണ്ട. ഹല്ലേലൂയ. അതുകൊണ്ട് വേദപുസ്തകം പറയുന്നതനുസരിച്ച്, അതുകൊണ്ട് ഈ ഒരുമനപ്പെട്ടിരുന്ന് പ്രാർത്ഥിച്ച 120 പേരുടെ മേൽ ഇറങ്ങി വന്നൊരു ആത്മാവ് നിന്റെ കുടുംബത്തിൽ ഇറങ്ങി വരണമെങ്കിൽ, നിന്റെ കുടുംബത്തിനകത്തെ കച്ചറയെല്ലാം കൂടെ കത്തി മാറണമെങ്കിൽ, നീ ഐക്യത്തിലേക്ക് വരണം. വ്യക്തം ചെയ്യും. അല്ലേരിയ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നത് എങ്ങനെയാണ്? അല്ലേരിയ. അപ്പൊ അതുകൊണ്ട് എന്താ, കുടുംബത്തിൽ രണ്ടുപേർ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഉയരത്തിന് ശക്തി വരാൻ കർത്താവോട് ഇറങ്ങി വരും. യേശു പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അല്ലേരിയ സ്തോത്രം അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ വഴിഞ്ഞിരിക്കുമെന്ന് മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ കാണാൻ കഴിയും. അല്ലേരിയ. മത്തായി സുവിശേഷം 18-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യത്തിനും ഐക്യമത്യപ്പെട്ടാൽ അല്ലെങ്കിൽ സ്തോത്രം യാചിക്കുന്ന ഏത് ഐക്യമത്യപ്പെട്ടാൽ അല്ലെങ്കിൽ സ്തോത്രം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏത് കാര്യം ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്നായ എന്റെ പിതാവിൽ നിന്ന് അവർക്ക് ലഭിക്കും. 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്നും ഞാൻ നിങ്ങളോട് പറയും. ഐക്യമത്യപ്പെടുക. ഈ 2026 എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ ഐക്യമത്യപ്പെട്ടിരുന്ന് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ തമ്മിൽ കരങ്ങൾ കോർത്തിരുന്ന് പ്രാർത്ഥിക്കണം. നിന്റെ എല്ലാ കഷ്ടതയും മാറുന്നേ. ഞാൻ ആദ്യം പറഞ്ഞു, നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ വർഷം 2026. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും. അപ്പൊ യാചിക്കുന്നത് ഐക്യമത്യപ്പെട്ട് എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്നിടത്ത് കർത്താവ് അവരുടെ നടുവിലുണ്ട്, അവരുടെ മധ്യത്തിലുണ്ടെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. നാം പ്രാർത്ഥിക്കുമ്പോൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥന ചെയ്യുകയാണെങ്കിൽ അവിടെ ദൈവസാന്നിധ്യം ഇറങ്ങി വരും. ദൈവസാന്നിധ്യം ഇറങ്ങുന്നതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത്. വേദപുസ്തകത്തിൽ ഒരുപാട് പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. ആ പ്രാർത്ഥിച്ചവർക്കെല്ലാം മറുപടി കിട്ടിയിട്ടുണ്ട്. സിംഹക്കുഴിയിലേക്ക് എറിഞ്ഞു കളയുവാൻ ദാനിയേലിനെതിരെ രേഖ എഴുതി കഴിഞ്ഞവൻ ദാനിയേല് താൻ പാർത്ത മാളിയും കൂടി ചെന്നിട്ട് വാതിൽ എരിശിനെ തുറന്നിട്ട് താൻ ദിവസവും ചെയ്തു വരുന്നവരെ മുട്ടുകുത്തി 3 നേരം പ്രാർത്ഥിച്ചതിന്റെ ഫലമെന്തായി? ദാനിയേലിനെ സിംഹക്കുഴിയിൽ സിംഹത്തിന്റെ വായടയ്ക്കാൻ ഒരു ദൂതൻ ഇറങ്ങി വായടച്ച് ദാനിയേൽ ഒരു കേടും കൂടാതെ ദാനിയേലിനെ പിറ്റേ ദിവസം ദാര്യാവേശ് രാജാവ് പുറത്തെടുത്തതുപോലെ, അല്ലെങ്കിൽ നീ പ്രാർത്ഥിച്ചാൽ, ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ സിംഹത്തിന്റെ ഗുഹയുടെ അനുഭവമാണോ നിന്റെ ജീവിതം? ദൈവം നിന്നെ അത് വിടുവിക്കും. ഹല്ലേലൂയ. സഭ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചു. പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കിയ നേരം വെളുത്താൽ അവനെ കൊല്ലും. അല്ലെങ്കിൽ അപ്പോസ്തലർ 12. സഭ ഒരുമനപ്പെട്ട് ശ്രദ്ധയോടെ അവന് വേണ്ടി പ്രാർത്ഥന കഴിച്ചു പോകുന്ന കാരാഗ്രഹത്തിൽ ദൈവദൂതൻ ഇറങ്ങി വന്നു. ഹല്ലേലൂയ. പത്രോസിന്റെ വിനാപ്പുറത്ത് തട്ടി എഴുന്നേറ്റ്, ഹല്ലേലൂയ, ചെരിപ്പിട്ട് അരമുറുക്കി, നീ എന്റെ പിന്നാലെ വരിക. പത്രോസ് സ്വപ്നം കാണുന്നവനെ പോലെ ദൂതൻ പറഞ്ഞ വാക്ക് കേട്ട് നടക്കുക. 1-ാം കാവലും 2-ാം കാവലും അങ്ങനെ പുറത്തുള്ള ഇരുമ്പുവാതിലും കടന്ന് ദൂതൻ വിട്ടുപോയി. പത്രോസിന് അപ്പോഴാണ് സുബോധം വരുന്നേ. അതുവരെ പുള്ളി സ്വപ്നമാണെന്ന് ഓർത്തേ. നീ സഭ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതം ചെയ്യും. ഈ 2026 നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, നിന്റെ ജോലി അനുഗ്രഹിക്കപ്പെടട്ടെ, നിന്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ, നിന്റെ കാർഷിക മേഖല അനുഗ്രഹിക്കപ്പെടട്ടെ, നിന്റെ ക്ഷീരമേഖലയിൽ ദൈവം അനുഗ്രഹം തരട്ടെ, അതിന്റെ പേറുകൾ പെരുകട്ടെ. ഹല്ലേലൂയ. നിന്റെ നന്മകൾ പെരുകട്ടെ, നിന്റെ വിദ്യാഭ്യാസം അനുഗ്രഹമാകട്ടെ, നിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ, നിന്റെ കുടുംബജീവിതം നന്മയിലേക്ക് വരട്ടെ, നിന്റെ ശൂന്യത ദൈവം മാറുവാൻ ആഗ്രഹിക്കുക, നിന്റെ കുടുംബത്തെ ശാപത്തെ ദൈവം മാറ്റാൻ ആഗ്രഹിക്കുക, നിന്റെ കുടുംബത്തിന്റെ ബന്ധനങ്ങൾ ദൈവം മാറ്റാൻ ആഗ്രഹിക്കുക. നാളുകളായ രോഗം, വ്യാധി നിന്റെ കുടുംബം ബന്ധിക്കപ്പെട്ട് കിടക്കുക, അത് ദൈവത്തിനെ വിടുവിക്കാൻ ആഗ്രഹിക്കുന്നു. വിശ്വസി കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഞാൻ ഈ വചനം പറയുമ്പോൾ തന്നെ ചില കുടുംബങ്ങൾക്കകത്ത് ദൈവം വിടുതലയപ്പാൻ ആഗ്രഹിക്കുക. നീ ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ നിന്റെ കുടുംബത്തിനകത്ത് വിടുതൽ കാണും. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ആ ഒരുമനപ്പെട്ടുള്ള പ്രാർത്ഥന, ഇത് യേശു ക്രിസ്തുവിനോട് വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ കേട്ടോ. ഹല്ലേലൂയ. ഒരുമനപ്പെട്ട് എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവാൻ യേശു ക്രിസ്തുവിനോട് വേണം, യേശുവിന്റെ നാമത്തിൽ വേണം പ്രാർത്ഥിക്കുവാൻ. ആ പ്രാർത്ഥനയ്ക്ക് ശക്തിയുള്ളത് കേട്ടോ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നിങ്ങൾ കുടുംബമായി ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എത്രമാത്രം വലിയ കാര്യങ്ങൾ നിങ്ങളുടെ കുടുംബത്തിൽ ചെയ്യും. ചില പ്രശ്നങ്ങൾ ഭയങ്കരമായി വന്ന് സമാധാനമില്ലാതെ നിങ്ങൾ കടന്നു പോകുന്ന ചില സാഹചര്യമുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ മാത്രം സമാധാനമില്ലാതെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, അതിൽ നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കും. അപ്പൊ നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. വിവാഹം നടക്കുന്നില്ല, മക്കളുടെ വിവാഹം നടക്കുന്നില്ല, അനവധി വിവാഹാലോചനകൾ വന്നിട്ടും മക്കളുടെ വിവാഹം നടക്കുന്നില്ല, മകന്റെ വിവാഹം എല്ലാം മാറിപ്പോവുക. ഒന്നിനും ഒരു മറുപടിയില്ല. ഒരു സ്ഥലം വാങ്ങുക, ഒരു വീട് വെക്കുവാൻ, കടമൊന്ന് മാറുവാൻ ഒക്കെ നിങ്ങൾ ആലോചിച്ചില്ല. വിവിധ വ്യാധികൾ മാറാൻ വേണ്ടി ഒന്നും ഒരു മറുപടി ഇല്ലാതെ ഇത് കഴിയുകയാണോ?
അല്ലേരിയ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുക, ദൈവം അത്ഭുതം ചെയ്യും. അല്ലേരിയ ഇരുട്ടിന്റെ ആധിക്യത്തിൽ നിന്നും ദൈവം നിന്നെ വിടുവിക്കുവാനായിരിക്കും ആഗ്രഹിക്കുകയാണ്. ഇരുട്ടിന്റെ ആധിക്യത്തിൽ നിന്നും ദൈവം നിന്നെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുക. നിന്റെ കുടുംബത്തിന് ഇരുൾ മാറ്റി പ്രകാശം പരത്തുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അല്ലേരിയ രക്തം ചെയ്യാം. ദാവീദ് പറഞ്ഞതുപോലെ നിനക്ക് പറയാൻ കഴിയണം, മരണനിഴലിൻ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നിങ്ങൾ 23 സങ്കീർത്തനം വായിച്ചിട്ടില്ലേ? അതിനകത്തുണ്ട് ഊരിൽ താഴ്വരയിൽ കൂടി. ചില വ്യാഖ്യാനത്തിൽ മരണനിഴലിൻ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥം ഭയപ്പെടുകയില്ല. അപ്പം ദൈവസന്നിധി പ്രാർത്ഥിച്ചാൽ മരണനിഴൽ നിന്റെ ജീവിതത്തിൽ മരണം മണി മുഴങ്ങി മരിക്കുമെന്ന് പറഞ്ഞാലും ഇനി നിനക്ക് മുമ്പോട്ട് ജീവിതമില്ലെന്ന് പറഞ്ഞാലും അതിനെ മാറ്റി എഴുതുവാൻ ദൈവത്തിന് കഴിയും. ഈശ്വരോട് അവിടെ എന്നെ കേൾക്കുന്നവർ ഒത്തൊരുമിച്ച് വസിക്കുന്നതിന് വേണ്ടിയിട്ട്, ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി, ഒത്തൊരുമിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് വേദപുസ്തകത്തിൽ ഒരു അധ്യായം തന്നെയുണ്ട്. അല്ലേരിയ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ ഒത്തൊരുമിക്കണം, ഭാര്യ ഭർത്താവ് ഒത്തൊരുമിക്കണം, സഹോദരന്മാർ ഒത്തൊരുമിക്കണം, സഭ ഒത്തൊരുമിക്കണം, അധികാരികൾ ഒത്തൊരുമിക്കണം, ഭരണസംഹിത ഒത്തൊരുമിക്കണം, മതങ്ങൾ ഒത്തൊരുമിക്കണം. അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു പുസ്തകം തന്നെ, ഒരു അധ്യായം തന്നെ വേദപുസ്തകത്തിലുണ്ട്. അല്ലേരിയ അങ്ങനത്തെ ഒറ്റ അധ്യായമേ ഉള്ളൂ. ആ അധ്യായമാണ് 133 സങ്കീർത്തനം. അവിടേക്ക് എഴുതി, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരമാകുന്നു. അത് വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് നീണ്ടുകിടക്കുന്ന താടിയിലേക്ക് അവരവന്റെ താടിയിലേക്ക് തന്നെ ഒഴുകുന്നതായി അവന്റെ തലയിലെ വിശേഷതൈലം പോലെയും. അല്ലേരിയ സിയോൻ പർവ്വതത്തിൽ അല്ലെ പെയ്യുന്ന ഹെർമോനിയ മഞ്ഞ് പോലെയും ആകുന്നു. അവിടെയല്ലോ യഹോവ അനുഗ്രഹവും അല്ലെങ്കിൽ ശാശ്വതമായുള്ള അല്ലേരിയ സ്തോത്രം അല്ലേരിയ ശാശ്വതമായുള്ള ജീവനെ കൽപ്പിച്ചിരിക്കുന്നത്. ആ ഭാഗത്ത് വിവരിക്കാൻ സമയം ഞാൻ ഒത്തിരി മെസ്സേജ് പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വാക്യം വായിച്ചിട്ട് ഒത്തൊരുമിക്കുവാനുള്ള ഒരധ്യായം അത് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്. അതുകൊണ്ട് 120 പേർ ഒത്തൊരുമിച്ച് ആ മാർക്കോസിന്റെ മാളിമുറിയിൽ ഒത്തൊരുമിച്ച് അവർ ദൈവത്തിനെ ഉപവസിച്ച് പ്രാർത്ഥിക്കുക. അല്ലേരിയ അവിടെ ഇല്ല അഗ്നി, പരിശുദ്ധാത്മാവ് അഗ്നി പോലെ ഇറങ്ങി വന്നത്. അല്ലേരിയ അതെ, ഇന്ന് പകൽ നിന്റെ കുടുംബത്തെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെ കേൾക്കുന്ന മാതാപിതാ, പരിശുദ്ധാത്മാവിൽ ദൈവം നിന്നെ നിറയ്ക്കാൻ ആഗ്രഹിക്കുക. നീ ആത്മാവിൽ നിറയപ്പെട്ട് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ മേൽ സാത്താൻ അധികാരമില്ല. നിന്റെ മേലുള്ള എല്ലാ ഇരുളിന്റെ ആധിപത്യവും മാറിപ്പോകും. അല്ലേലിയ ഇന്ന് നിന്റെ കുടുംബത്തിനെതിരെ ആഭിചാര മന്ത്രവാൾ കൂടോത്ര ശുദ്ധത്തിന്റെ ശക്തികൾ നിന്റെ കുടുംബത്തിന് പോരാടുന്നുണ്ടെങ്കിൽ, അത് നിന്റെ കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അല്ലേലിയ അതിൽ നിനക്കൊരു വിടുതല്, നീ നിന്റെ കുടുംബം ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചാൽ നിനക്കെതിരെ ചെയ്തിരിക്കുന്ന സകല ക്ഷുദ്ര പ്രവർത്തനങ്ങൾ കരിഞ്ഞ് ചാമ്പലായി മാറും. പ്രൈസറോ ആര് ചെയ്തവന്റെ കുടുംബത്തിലേക്ക് അതിന്റെ ശക്തി മടങ്ങിച്ചെല്ലും. നീ നിന്റെ കുടുംബം വിജയിക്കും, വിടുതലും പ്രാപിക്കും. പ്രൈസറോ എല്ലാം ഒരുമനപ്പെട്ട് പ്രാർത്ഥനയിലുള്ളതാകട്ടോ. അല്ലേലിയ അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഇന്ന് അനേക സഭകൾ പലതരത്തിലുള്ള ഉപദേശങ്ങൾ പിരിഞ്ഞു കിടക്കുകയാണ്. ഒത്തൊരുമിച്ച് വസിക്കുക, പക്ഷെ സഭകളെല്ലാം പലവിധം ഉപദേശം. ഒരു സഭയ്ക്ക് മറ്റൊരാളെ കാണരുത്. IPC-ക്കാരൻ ഷാരുവിനെ കാണാൻ, ഷാരു ഏജിക്കാരനെ കാണാൻ, ഏജിക്കാരൻ ന്യൂഡിക്കാരനെ കാണാൻ, ന്യൂഡി ചർച്ചക്കൂട്ടുകാരനെ കാണാൻ, ചർച്ചക്കൂട്ടുകാരൻ SMB സഭയെ കാണരുത്. അവർ WMA കാണരുത്. അവർ സ്വതന്ത്ര സഭയെ കാണരുത്. അവർ കത്തോലിക്ക സഭയെ കാണരുത്. എന്താ പല ഉപദേശങ്ങൾ ക്രൈസ്തവ സമൂഹത്തിലേക്ക് കടന്നു വന്ന് ദുരുപദേശങ്ങൾ കടന്നുകൂടി സഭ അമേലിന്റെ ഈ പാല് പിരിഞ്ഞ് കിടക്കുന്ന പോലെ കിടക്കേ. ഇപ്പം പാല് പിരിഞ്ഞാലത്തെ സ്ഥിതി നിങ്ങൾക്കറിയത്തില്ലേ? അങ്ങനെ അത് മാറണം. ക്രൈസ്തവ സമൂഹം ഒന്നിച്ചു നിൽക്കണം. ക്രൈസ്തവ വിശ്വാസികൾ, ക്രൈസ്തവ സമൂഹം ഒന്നിച്ചു നിന്ന് നിങ്ങൾ പോരാടിയെന്ന് പ്രാർത്ഥിച്ചു നോക്കിയാട്ടെ. യാക്കോബ് രാത്രി മുഴുവൻ യാബോക്ക് നദിക്കരയിൽ ദൈവദൂതനുമായി മല്ലടിച്ച് പ്രാർത്ഥിച്ചതുപോലെ എന്നെ കേൾക്കുന്ന ക്രൈസ്തവ വിശ്വാസത്തിൽ നിൽക്കുന്ന ക്രൈസ്തവ വിശ്വാസ മാർക്കസിൽ സകലരോടും പറയട്ടെ, ഒത്തൊരുമിച്ച് വസിക്കുവാൻ, ഒത്തൊരുമിച്ച് മുഴക്കാലം അടക്കി 120 പേര് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിനക്കെതിരെ നിൽക്കുന്ന തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും മുട്ടുമടക്കും. പ്രൈസലോ അവർ ഒരു വഴിയായി വരും, 7 വഴിയായി ഓടിപ്പോകും. ആവർത്തന പുസ്തകം 28:7 അവര് തീവ്രവാദികളും ഭീകരവാദികളും വർഗീയവാദികളും ഒരു വഴിയായി വരും. നീ ഞാൻ ഒരുമനപ്പെട്ടെന്ന് പ്രാർത്ഥിച്ചാൽ അവർ 7 വഴിയായി ചെറിപ്പോകും, ഓടിപ്പോകും. ദൈവത്തിന്റെ വചനം ശക്തമാണ്. ദൈവം നമുക്ക് വചനം തന്നിരിക്കുന്നത്, ദൈവം നമുക്ക് വാഗ്ദത്തം തന്നിരിക്കുന്നത്, ദൈവം നമുക്ക് ദൂത് തന്നിരിക്കുന്നത്, നമുക്കാണ് അഭിഷേകം തന്നിരിക്കുന്നത്. ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കേണ്ടത് വിശ്വാസികളാണ്, ദൈവമക്കളാണ്. അതുകൊണ്ട് പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരാൻ കഴിയട്ടെ. ഹല്ലേലൂയ. ഇവിടെ വചനം വായിക്കുമ്പോൾ അന്ന് ആ 120 പേര് ആദിമസഭയിൽ അപ്പോസ്തലന്മാർ ലോകത്തെ ചലിപ്പിക്കുന്നതായിരുന്നു അവരുടെ പ്രാർത്ഥന.
കൂടിയിരുന്ന 100 പേരുടെ പ്രാർത്ഥന ലോകത്തെ ചലിപ്പിക്കുന്ന പ്രാർത്ഥനയായിരുന്നു. അവരെല്ലാം ഒരുമനപ്പെട്ടതിന്റെ കാരണം അവരെല്ലാം അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും. അല്ലേ? അപ്പോസ്തല പ്രവൃത്തി 2:42 വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം മുറുക്കിയും പ്രാർത്ഥന കഴിച്ചു പോകും. ഒരുമനപ്പെട്ട് എവിടെല്ലാം ഒരുമനപ്പെടുന്നു? ഇന്നത്തെ കാലത്ത് ഭാര്യ ഭർത്താക്കന്മാർക്ക് ഒരുമനപ്പെടാൻ പറ്റില്ല. വീട്ടിനകത്ത് ഭാര്യയും ഭർത്താവ് ഒരുമനപ്പെടാൻ പറ്റത്തില്ല. തമ്മിലടിക്കുക, കലവുക. 99% വീട്ടിലും. പ്രൈസറോ. ഞാനിതൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് വിഷയം തീർക്കാൻ വേണ്ടി വിഷയത്തിലൂടെ പ്രാർത്ഥിക്കുന്നതായതുകൊണ്ട് എല്ലാം നമുക്കറിയാം. ഒരു പാസ്റ്ററെ സംബന്ധിച്ച് ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ അവർ കാണാറുണ്ട്. എന്നാൽ 99% അവിശ്വാസികളും വീട്ടിൽ തമ്മിലടിയാൻ. ഏറ്റവും കുടുംബം തകരാൻ അവിശ്വാസികൾ കുടുംബത്തിനകത്ത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നത് അവിശ്വസ്തതയാകട്ടോ. അവിശ്വസ്തത, ജീവിത പങ്കാളികൾ തമ്മിലുള്ള അവിശ്വസ്തത. പ്രൈസണം. അല്ലേരിയ. പിന്നെ രണ്ടാമതും മദ്യം. അല്ലേരിയ. അങ്ങനെ ഒരുപാട് കുടുംബത്തെ തകരും. പക്ഷെ നമുക്ക് ഒത്തൊരുമിക്കാൻ കഴിയണം. എല്ലാം മറന്നിട്ട് ഒത്തൊരുമിക്കണം. അല്ലെങ്കിൽ ഒത്തൊരുമിച്ച് വസിക്കുന്നെങ്കിൽ, ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവം അത്ഭുതം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അല്ലേരിയ. നിങ്ങൾ ഏക മനസ്സുള്ളവരായെന്നാണ് ഫിലിപ്പി ലേഖനം എന്താ പറയുന്നത്? ഫിലിപ്പി ലേഖനം 2 വാക്യം എന്താ പറയുന്നത്? ആമേ സ്തോത്രം. ഫിലിപ്പി ലേഖനം 1 തൊട്ടുള്ള വാക്യം നമുക്ക് വായിക്കാം. ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മ ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സുണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുകയെന്നാണ് പറയുന്നത്. ലേരിയ. അടുത്ത വാക്യം പറയും, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തരും മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠെന്ന് എണ്ണിക്കൊള്ളുകയും ഓരോരുത്തരും താന്റെ ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണങ്ങൾ നോക്കണം. ക്രിസ്തുവിലുള്ള ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ലേലിയ. ഇവിടെ എല്ലാം ഒരുമനപ്പെടുന്നതാണ്. അത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. ഇന്ന് പകൽ വായിച്ച വചനം എന്താണ്? അപ്പോസ്തല പ്രവൃത്തി 1:14. അല്ലേലിയ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അല്ലേലിയ തുടങ്ങി യാക്കോബിന്റെ സഹോദരൻ യൂദ ഇവരെല്ലാവരും സ്ത്രീകളോടും യേശുവിന്റെ അമ്മയായ മറിയോടും അവന്റെ സഹോദരന്മാരോടും കൂടെ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. സ്തോത്രം. അതെ, നമുക്ക് ഒന്നിച്ചെന്ന് പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന സംഘടന സ്പിരിറ്റ് മാറ്റിവെക്കാം. സഭയ്ക്കകത്തെ രാഷ്ട്രീയം മാറ്റിവെക്കാം. സഭയ്ക്കകത്തെ ഗുണ്ടായിസ മാറ്റിവെക്കാം. സഭയ്ക്കകത്തെ അശുദ്ധി മാറ്റിവെക്കാം. സഭയുടെ ദുരുപദേശങ്ങൾ മാറ്റിവെക്കാം. സഭയ്ക്കകത്ത് ഭിന്നത മാറ്റിവെക്കാം. നമുക്ക് ഒന്നിച്ചു നിൽക്കാം. ഒരുമനപ്പെടാം. ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാം. ശത്രു ചെതറി ഓടും. ശത്രുവിനെ ദൈവം തുരത്തും. കണ്ണുകളുടെ ചാട്ട് നിന്റെ കുടുംബത്തിനകത്തും ജീവിതത്തിൽ തലമുറയിലും ശത്രുവിന്റെ പോരാട്ടങ്ങൾ അതിനെ തുരത്തുവാൻ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. ഒരുമനപ്പെടാം. കണ്ണുകളുടെ ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ, ഭാരത, ലോക രാജ്യങ്ങൾ 800 കോടിയിലെത്തിയ ജനത്തിനായി, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്തവർക്കായി, ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിലോട്ട് കൊട്ടാരത്തിൽ വരെ പാർക്കുന്ന സകല ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയിലെ എല്ലാ ജനതയും, എല്ലാ മത നേതാക്കന്മാരെ, മത രാഷ്ട്രീയ സാമൂഹിക സംസ്കാരം മീഡിയ രംഗം നിൽക്കുന്ന സകല ജനതയെ, സകല സയന്റിസ്റ്റ് എഞ്ചിനീയർമാരെ, എല്ലാ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരെ, അധികാര ന്യായാധിപന്മാർ, ഭരണാധിപന്മാർ, ക്രമസമാധാന പാലകരെ, നിയമനിർമ്മാണ രംഗത്ത് നൽകുന്ന രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്കായി, ജലാമിഞ്ഞാടക്കാർ, കരസേന, വ്യോമസേന, നാവികസേന അതിർത്തികൾ കാക്കുന്ന രാജ്യരാഷ്ട്ര തലവന്മാർ എല്ലാവരെയും ഓർക്കുന്നു. കർത്താവ് എല്ലാ മേഖലയിലും കർത്തായിരിക്കുന്ന സകല ജനത്തെയും, ശൈശവത്തിനും ബാല്യത്തിൽ, കൗമാരം, യൗവനത്തിൽ, വൃത്തരും, അശന, യാചകർ, ഓർഫനേജ്, ചോട്ട തടവറയിലായിരിക്കുന്ന എല്ലാ രാഷ്ട്രീയക്കാരെയും, വിവിധ മേഖലയിൽ പണിയെടുക്കുന്ന, ജോലി ചെയ്യുന്ന, കരയിലും കടലിലും ആകാശമാർഗം വാഹനം യാത്ര ചെയ്യുന്ന എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ, നശിച്ചു കിടക്കുന്ന കുടുംബങ്ങൾ, ചിന്ന ഭിന്നമായി കിടക്കുന്ന കുടുംബങ്ങൾ, ആസ്തിമാർ യേശുവിന്റെ അമ്മയായ മറിയടക്കം 120 ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ ആ കാലഘട്ടത്തിൽ കർത്താവ് ലോകത്തെ ചലിപ്പിക്കുന്ന ഒരു വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ ഈ നാളിൽ ഞങ്ങളുടെ കുടുംബം ബന്ധനത്തിൽ വിടുവിക്കപ്പെടട്ടെ. കെട്ടപ്പെട്ടുകൾ വിടുവിക്കട്ടെ. കർത്താവ് കടങ്ങളും ബാധ്യതകളും രോഗങ്ങളും കഷ്ടതകളും ഭാരങ്ങളും ശാപങ്ങളും കുടുംബത്തെ വിട്ടു മാറുവാൻ ഏതിനെല്ലാം അടിമപ്പെട്ട് കിടക്കുന്നു അത് ഞങ്ങൾ കുടുംബങ്ങൾ വിടുവിക്കപ്പെടുവാൻ, സഹോദരൻ വിടുവിക്കപ്പെടുവേണ്ടതാണ്. വിദേശ രാജ്യം കഷ്ടം സഹിക്കുന്ന, നൊമ്പരം അനുഭവിക്കുന്ന അനവധി ആളുകളുണ്ട്. ജോലിയായി കടന്നുപോയി നഷ്ടപ്പെട്ട് ജോലി കിട്ടാതെ, ജോലിയില്ലാതെ, ഭാരപ്പെടുന്ന വിസ ഇല്ലാതെ, സ്വന്തം കായാവധിക്ക് പാസ്പോർട്ട് പുതുക്കി കിട്ടാതെ, കർത്താവ് നല്ല ജോലി പ്രവേശിക്കാൻ കഷ്ടം സഹിക്കുന്നുണ്ട്. ലഹരിക്ക് അടിപ്പെട്ടു പോയവരുണ്ട്. ഹല്ലേലൂയ. മദ്യത്തിന് അടിപ്പെട്ടവരെയൊക്കെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ജനത്തിന് സ്വസ്ഥത, സമാധാനം കൊടുക്കണമേ. സകല മഹത്വം എടുക്കണം.
കേരളത്തിൽ ലോകരെ എല്ലാ ദൈവമക്കളെ ദൈവദാസന്മാരും പീഡ അനുഭവിക്കുന്ന ദൈവസഭകളെ അനുഗ്രഹിക്കണമേ. കിടക്കുന്ന ദൈവമക്കൾ അവർക്ക് മോചനം കൊടുക്കണമായി. അധികാരികൾ ഹൃദയം ദൈവാത്മാ വിട്ടപ്പെടുവാൻ, കഠിന ഹൃദയമുള്ള ഈ ഭരണാധിപന്മാർ മാനസാന്തരപ്പെടുവാൻ ദൈവരങ്ങളെ ഏൽപ്പിക്കുന്നു. സകല മുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.